കർത്താവിന് ഒറ്റ കൊടുക്കുന്ന ഒരു യൂദാസാണെങ്കിൽ സീറോ മലബാർ സഭയിൽ ഒറ്റ കൊടുക്കുന്ന 5 യൂദാസുമാരാണ്. ആ 5 യൂദാസുമാരാണ് നമ്മളിപ്പോൾ ബഹറോൻ ചൊല്ലി കഴിഞ്ഞത്. ഞങ്ങൾക്ക് സിനഡ് തീരുമാനിച്ച കുർബാന മതി. അപ്പനെ കാണാൻ അപ്പോയിൻമെന്റ് വേണം എന്ന് പറയുന്നത് ഒരു വലിയ ചതിയാണ്. എൻ്റെ അപ്പനെ കാണാൻ എനിക്ക് അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പം ഞാനും അപ്പനും തമ്മിലുള്ള ബന്ധം എന്താ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ അടിമയായിട്ടാണ് ഞങ്ങളെയൊക്കെ കരുതിയിരിക്കുന്നത്. ശ്രേഷ്ഠനായ വ്യക്തിക്ക് ആ ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ഈ തരത്തിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മഴയും വെയിലും പട്ടിണിയൊക്കെ കിടന്ന് ഇത്ര നാൾ വർഷങ്ങളായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇവരുടെ കസേരകളെ കാക്കുന്ന, സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ കുറെ വിശ്വാസികളെ ഈ തരത്തിൽ അടിമകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ഞങ്ങളെ ഈ തരത്തിൽ പ്രകോപിപ്പിച്ചാൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഈ മുഖവാരം ഞങ്ങൾ അടച്ചു കെട്ടും. ഇവിടെ അറിയാമല്ലോ, 56 ദിവസം ഞങ്ങൾ എറണാകുളം അരമനയുടെ ഫ്രണ്ടിൽ കിടന്നതാ. മാർക്കറ്റിന്റെ സൈഡിൽ കൊതുകടിയും കൊണ്ട് രാത്രിക്ക് ഓടുന്നത് എലിയ, കാലിൻ്റെ ഇടയ്ക്കൂടെയും കൈയുടെ ഇടയ്ക്കൂടെയും. അവിടെ ഞങ്ങൾ 56 ദിവസം കിടന്നതാ. സോറി. അതുകൊണ്ട് ഞങ്ങളെ ചൊടിപ്പിക്കരുത്. ഞങ്ങൾ നിൽക്കുന്ന സത്യത്തിന് വേണ്ടിയിട്ടാ. മാർപ്പാപ്പയുടെ ആഹ്വാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളുടെ തോന്നിവാസം നടപ്പിലാക്കാൻ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, സമ്മതിക്കത്തില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി, ഇവിടെ നടക്കുകയില്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറയുക. നിങ്ങളൊന്നും ഞങ്ങളുടെ കഴിവിനെയോ ഞങ്ങളുടെ സംഘടനാ പാടവത്തെയോ നിങ്ങൾ കുറച്ചു കാണരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഈ തിരുമുറ്റത്ത് അരങ്ങേറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഉറച്ചു പറയുക, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ നടത്തിയിട്ടുണ്ട്. വെറും 18 പേരാണ് CPC-യുടെ പ്രവർത്തകർ ഇവിടെ നിന്ന് ഈ മൗണ്ടിന്റെ ഈ കവാടം വിമത വൈദികർ 10-200 വൈദികരും അതിന് അടുത്ത അൽമായരും വിമത അൽമായരും ചേർന്നിട്ട് ഇവിടെ മേജർ ആർച്ച് ബിഷപ്പിന് നിവേദനം കൊടുക്കാൻ പോയി. ഇവിടെ 10-250 കസേര എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിരത്താൻ പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. എണ്ണത്തെ നോക്കണ്ട കേട്ടോ, ഞങ്ങളുടെ വീര്യം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. ഇനിയും ഞങ്ങളെ വെറുതെ ചുണ്ടി പിടിപ്പിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി ഞങ്ങൾ തന്നിരിക്കും, ഉറപ്പാണ്. ഞങ്ങൾ തല്ലാനോ കൊല്ലാനോ ഒന്നുമില്ല. നിങ്ങളെ കൊണ്ട് ഈ വിമത പ്രവർത്തനത്തിന് 2 പേരുടെയും 2 വള്ളത്തിലും കാലിനോട്ടിയുള്ള നടപ്പും ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഒന്നുകിൽ സഭയുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അന്തസ്സായിട്ട് രാജിവെച്ച് പുറത്തു പോകുക. നട്ടലുള്ളവരെ അവിടെ ഇരിക്കും, നട്ടലുള്ളവരെ പിടിച്ചിരുത്തട്ടെ. അതുകൊണ്ട് ദയവേദി ഞങ്ങൾ പറയാണ്, ഈ തരത്തില് നാളെ കഴിയുക ഞങ്ങൾ നിങ്ങളുടെ അടിമകളൊന്നുമല്ല. നിങ്ങൾ പറയുമ്പോൾ വരാൻ ഞങ്ങൾ വേലയും കൂലിയില്ല തെക്കുടക്കം നടക്കുന്നവരല്ല. ഓരോ സ്ഥാപനം നടത്തുന്നവരും ഓരോ സ്ഥാപനങ്ങളുടെ ഉയർന്ന ശ്രേണിയിൽ വർക്ക് ചെയ്യുന്നവരുമാ. പണിയില്ലാതെ നടക്കുന്നവർ ആരും ഇല്ല ഇതിനകത്ത്. അത് മനസ്സിലാക്കണം. സീനിയർ ജനറൽ മാനേജർ വരെ ഉണ്ട്, റിട്ടയർ ചെയ്ത. പല സ്ഥലത്തും ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, കച്ചവടം ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ പണിയൊക്കെ ഇട്ട് ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങിയതാ ഇന്ന് വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, സമവായത്തിന് നിങ്ങൾ അവിടെ നിന്നു കൊടുക്കുമ്പോ ഈ സമവായത്തിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ മെത്രാന്മാരെയും ഞങ്ങൾ ചവിട്ടി പുറത്താക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങൾ പുറത്താക്കിയിരിക്കും. അവിടെ ഡൽഹിയിൽ ഭരണികുളങ്ങര നടത്താത്തത് എന്താണ് ഇവിടെ നടത്താൻ വരുന്നത്? ഭരണികുളങ്ങരയെ അവിടെ ഡൽഹിയിലുള്ളവർ വെള്ളം കുടിപ്പിച്ചു, അവിടുന്ന് ഇറക്കി വിട്ടു. പേടിയായി പോയി. എന്താ അവിടെ ചെല്ലാവല്ലോ, പിന്നെന്താ ഇവിടെ എന്താണ് എക്സംഷന് ശ്രമിക്കുന്നത്? എന്താ നടക്കുകയല്ല. ഈ 5 എണ്ണം എന്ന് പറയുന്നത് ഈ സഭയെ പിന്നിൽ നിന്ന് ആരും കാണാതെ ചേർന്ന് നിന്നിട്ട് കുത്തി മലർത്തുന്നവരാണ്. നിങ്ങളെയൊക്കെ ഈ സിനഡിൽ പങ്കെടുപ്പിക്കുന്നത് തന്നെ കൊടിയ അപരാധമാണ്. ശൂന്യരായിട്ടുള്ള കുറെ മെത്രാന്മാരും അതിന് പറ്റിയ ഒരു മേജർ ആർച്ച് ബിഷപ്പും. ആ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആ കസേരയുടെ അന്തസ് പാലിക്കാനെങ്കിലും ശ്രമിച്ചുകൂടെ? ഞങ്ങൾ ഈ തരത്തിൽ നാണം കെടുത്തണോ? ഈ ലോകത്താകെയുള്ള ആഗോള സീറോ മലബാർ സഭയിലെ എല്ലാ അംഗങ്ങളെയും നിങ്ങൾ കണ്ണീര് കുടിപ്പിക്കല്ലേ? ഈ പരിപാടി നിർത്തിക്കോ. ഉറപ്പായിട്ടും പറയുകയാണ്, ശക്തമായ പ്രതിഷേധം ഞങ്ങൾ നടത്തും. നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള, ഞങ്ങൾക്കാർക്കും പറ്റാഞ്ഞിട്ടില്ല അകത്ത് കയറാൻ. ഞങ്ങളിത് പഠിച്ചിട്ടില്ല.
ഞങ്ങളൊക്കെ വളരെ സംസ്കാര സമ്പന്നരായിട്ടുള്ള മനുഷ്യരാണ്. പഠിപ്പും വിവേകവും അറിവുള്ളവരാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മതിൽ ചാടിക്കിടന്നോ അല്ലെങ്കിൽ ഈ മതിലിന് ചുറ്റുമുള്ള കമ്പിവേലി കടന്ന് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള സ്പോട്ടുകളൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ തരത്തിലുള്ള വേഷം കെട്ടൊന്നും വേണ്ട. കാണാൻ വന്നാൽ അന്തസ്സായിട്ട് കണ്ട് ഞങ്ങൾ ഇടിവെക്കാനോ തല്ലുകൂടാനോന്നല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ന്യായമായും മാന്യമായ ഭാഷയിലും പറയുക, ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകണം. ഈ വിമതരായിട്ടുള്ള വൈദികരെ കാണിക്കുന്ന കോലാഹലങ്ങൾ, സഭയിൽ ഉണ്ടാക്കുന്ന അന്തചിത്രങ്ങൾ, അവരെ വേണ്ടി ഒത്താശ ചെയ്യുന്ന അൽമായും കാണിക്കുന്ന കാര്യങ്ങൾ, ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന മെത്രാന്മാര് അവരുടെ പേര് വിവരങ്ങൾ പറയണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷനും CPCയും പറഞ്ഞുകൊണ്ടിരുന്നതാണ് നാളിതുവരെ. എന്നാൽ അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ ആളുകൾ. ഈ പറയുന്ന വിമതരായിട്ടുള്ള വൈദികർക്കും വിശ്വാസികൾക്കും ഒത്താശ ചെയ്യുന്നത്, സാമ്പത്തികമായും മറ്റും ഒത്താശ ചെയ്യുന്നത് ഞങ്ങളാണെന്ന് മറന്നീക്കി അവരുടെ പേര് വിവരങ്ങൾ ഒരു വിയോജന കുറിപ്പ് സഭാ നേതൃത്വത്തിന് കൊടുത്തതിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇവർ തന്നെ ഒപ്പുവെച്ച തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവര് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആദ്യത്തെ കുറ്റവാളികൾ. ഈ ഒറ്റുകാര്, സഭാ വഞ്ചകരവരാണ്. അതുകൊണ്ട് ആ സഭാ വഞ്ചകരെ പ്രതീകാത്മകമായി നമ്മൾ മഹറോൻ ചൊല്ലി, കത്തോലിക് സഭയുടെ നിയമമനുസരിച്ച് മഹറോൻ ചൊല്ലുക എന്ന് പറയുന്നത് വലിയ അവസാനത്തെ കൈയാണ്. അങ്ങനത്തെ ഒരു അവസാനത്തെ കൈ പ്രതീകാത്മകമായി നമ്മൾ 5 പിതാക്കന്മാരുടെ പേരിൽ നടത്തിയിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ചില വൈദിക പിതാക്കന്മാർ കൂടി സഭയുടെ അകത്ത് നിന്ന് സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സഭാപിതാവ് ആകരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. അതുകൊണ്ട് സഭാപിതാക്കന്മാര് കേൾക്കേണ്ടത് ഈ പറയുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവരുടെ വാക്കുകളെയല്ല, പരിശുദ്ധ സിംഹാസനത്തിന്റെ വാക്കുകളെയാണ്, ഓറിയന്റൽ കോൺഗ്രേഷന്റെ വാക്കുകളെയാണ്, സിനഡിന്റെ ഭൂരിപക്ഷ തീരുമാനങ്ങളെയാണ്. അത് നടപ്പാക്കേണ്ട ആർജവമാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡ് അംഗങ്ങളും കാണിക്കേണ്ടതെന്ന് പറയുവാൻ വേണ്ടി ഞങ്ങളെ ഈ 2 സംഘടനയുടെയും നേതാക്കന്മാര് ആഗ്രഹിക്കുകയാണ്, സംഘടനകൾ ആഗ്രഹിക്കുകയാണ്. സിനഡ് കുർബാന ചെല്ലാന്ന് പറഞ്ഞാൽ തന്നെ അവർ ചെല്ലിക്കാൻ പാടില്ല. കാരണം അവർ ദൈവത്തിന് ശാപേറ്റവരാണ്. ഈ മൗണ്ടിൽ വന്നപ്പോൾ തട്ടിൽ പിതാവ് ഇത് കൂട്ടിയിട്ടിരിക്കുന്നു. വിശ്വാസികളുടെ കാശ് കൊണ്ടുണ്ടാക്കിയ അരമന അല്ലെങ്കിൽ മൗണ്ട് സെന്റ് തോമസ് വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കേണ്ടതായ ഈ മൗണ്ട് സെന്റ് തോമസിലെ ഗേറ്റ് പൂട്ടിയിട്ടത് വളരെയധികം നിരുത്തരവാദിത്വപരമാണ്. ഇത് സ്വന്തം മക്കൾക്ക് വാതിൽ തുറന്നു കൊടുക്കാത്ത പിതാവിന് സമാനമാണ്. പ്രവർത്തകരെ പുറത്താക്കുക. 9/6/2024 നിങ്ങൾ പുറത്തുവിട്ട സർക്കുലർ അതുപടി പാലിക്കാതെ ഇരുന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല. പാപ്പ എന്തു പറഞ്ഞു അത് പൂർണ്ണമായിട്ട് അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചുകൊണ്ട് ആ സർക്കുലർ പ്രകാരം മുന്നോട്ട് പോകാതെ ഒരു വിധത്തിലും ഒരു കരിങ്കാലിപ്പണിക്കും ഒരു കരിങ്കാലി മെത്രാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. MABക്ക് ആവശ്യമുണ്ടെങ്കിൽ, സമാധാനമായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 9/6/2020 നിങ്ങൾ പുറത്തുവിട്ട സർക്കുലർ പ്രകാരം, 2024 പുറത്തുവിട്ട സർക്കുലർ പ്രകാരം വേറെ ഒരു സമവായവും ഞങ്ങൾ നടത്തിക്കില്ല. മാർ സെബാസ്റ്റ്യൻ നെടുങ്കണ്ടത്ത്, താങ്കൾ ഏകീകൃത വിശുദ്ധ കുർബാനയെ എതിരായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ നൽകി എന്ന് പറയുന്നത് ശരിയാണോ? മാർ ജോസ് പുത്തൻവീട്ടിൽ, താങ്കൾ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവരെ മാനസികമായി പരിപോഷിക്കുന്നവനാണെന്ന് പറയുന്നത് ശരിയാണോ? മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, താങ്കൾ റോമിൽ വിമതർക്കായി കരുക്കൾ നീക്കുന്ന ആളാണെന്ന് പറയപ്പെടുന്നത് ശരിയാണോ?